ഇപ്പോൾ യങ്സ്റ്റർ ആയിരിക്കുമ്പോൾ അവർക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്കറിയാം പലരും ഹോസ്റ്റലിൽ നിൽക്കുന്നു, അല്ലെ PGയിൽ നിൽക്കുമ്പം അവർ തെറപ്പി എടുക്കുന്നുണ്ട്. പക്ഷേ അവരൊരു ഫാമിലി ആയി കഴിയുമ്പോൾ കുറേ പേരെ ഇത് ബോധിപ്പിക്കണം. ഇനി അത് മാത്രമല്ല, അതിനകത്ത് ഏറ്റവും വലിയ സ്റ്റിഗ്മ എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോൾ ഈ സ്പോട്ടിഫൈയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു. അവർ പിന്നെ അതിനകത്ത് പറയുന്നത്, എല്ലാം ചെയ്തു തരും എൻ്റെ മെൻ, പക്ഷേ ഡോണ്ട് അലോ മീ ടു ഗോ ടു തെറപ്പി. ഒരു ഫണ്ണായിട്ടാണ് പറഞ്ഞത്. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരും, പക്ഷെ തെറപ്പിക്ക് പോകാൻ മാത്രം അതെനിക്കറിയില്ല എന്താ ഇവർ ഈ തെറപ്പിക്ക് പോകാൻ മാത്രം സമ്മതിക്കാത്ത ഒരു ഫണ്ണി വേയിൽ അവരതിനെ പ്രസൻറ്റ് ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണും. സ്പോട്ടിഫൈയുടെ ഒരു ആഡായിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഫാമിലിക്കകത്ത് മുഴുവനും എനിക്കൊരു മെൻ്റൽ പേഷ്യൻ്റ് എന്നുള്ള സ്റ്റിഗ്മ കിട്ടുമോ എന്നുള്ള, മീൻസ് എനിക്ക് അങ്ങനെ ഒരു പേരുണ്ടാകുമോ എന്നുള്ള ഭയമാണ് ഇവരെ മിക്കവാറും. പിന്നെ ഡിവോഴ്സിൻ്റെ പ്രോസസ്സിലേക്ക് പോകുമ്പം ഞാനാണ് റീസൺ, മീൻസ് ഇൻ ദ സെൻസ് ഞാൻ മെൻ്റൽ പേഷ്യൻ്റ് ആയതുകൊണ്ടാണ് ഡിവോഴ്സിലേക്ക് പോകുന്നതെന്ന് അവർ നാട്ടുകാരോട് മുഴുവനും പറയും. എന്താ ഡിവോഴ്സായ, അത് മെൻ്റൽ പേഷ്യൻ്റ് ആയിരുന്നു, മനസ്സിലായി. അപ്പോൾ അത് പേടിച്ചാണ് കൂടുതൽ പേരും തെറപ്പിയിലേക്ക് വരാത്ത. ഒരു കേസ് ഞാൻ പറയാം. അത് ഇവർക്ക് ഹസ്ബൻഡ് ഫസ്റ്റ് പിന്നെ ഈ ലേഡി ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞു, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നു. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നപ്പോൾ ഈ ഫാമിലി ചെയ്ത് എന്താ, ഹസ്ബൻഡ് നല്ല ലവിങ് കെയറിങ് ജെനുവിൻ നല്ല മനുഷ്യനാണ്, പക്ഷേ ഫാമിലി ഭയങ്കര ട്രഡീഷണൽ ഫാമിലി. ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ മന്ത്രവാദത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ എന്തോ ഊതുകല്ലോ അങ്ങനെ ഏതാണ്ട് കാര്യം ചെയ്ത് ആ സമയത്തേക്കാക്കൊരു എന്തോ, എനിക്ക് തോന്നുന്നു ഇത്രയേ ഉള്ളൂ, പേടിപ്പിച്ച് ആ ഒരു കുഞ്ഞിനെ ഫീഡ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ആ പേടി കിട്ടി തിരിച്ചു വന്നു ഫീഡ് ചെയ്തു. പക്ഷെ സംഭവിച്ചത്, കുഞ്ഞിന് 2 വയസ്സായപ്പം ആളൊരു പിന്നെ ജോബിന് വേണ്ടി പുറത്തേക്ക് പോകുന്നു, അവിടെ ജോബ് കിട്ടുന്നു, ആൾ അവിടെ സെറ്റിലാവുന്നു. തിരിച്ചു വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി. ഡിവോഴ്സ് ചെയ്യാനും പിന്നെ ഈ കുട്ടിയെ വേണ്ട, ഹസ്ബൻഡിനെ വേണ്ട, ഞാനിനി നാട്ടിലേക്ക് വരത്തില്ല, എനിക്ക് സുഖമായിട്ട് അവിടെ തന്നെ താമസിക്കണം. നമ്മളതിനകത്ത് ചോദിക്കുന്നു, ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവുമില്ല, ഇൻലോസ് ആയാലും വീട്ടിലൊരു പ്രശ്നവുമില്ല, എല്ലാവരും സപ്പോർട്ടീവ് ചെയ്യുക, എല്ലാവരും അന്തിച്ചു പോയി, എന്തിനീ ഡിവോഴ്സ് എന്നുള്ള രീതിയിൽ അന്തിച്ചു പോയി. അപ്പോഴാണ് ആൾ പറയുന്നത്, ഇവരൊക്കെയാണ് എനിക്ക് ബേർഡൻ. എനിക്ക് ഇവരെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര സ്ട്രെസ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിനി ഇവർ വേണ്ട. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് ചോദിച്ച് വന്നപ്പോഴാണ് പറയുന്നത്, ഇങ്ങനെ പോസ്റ്റ്മോർട്ടത്തിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു, അന്ന് ഞങ്ങൾ ഇതാ ചെയ്തേ എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അവർക്ക് കുറച്ചൊരു പേഴ്സണാലിറ്റി സ്റ്റബേൺനെസ്സും അഡമെൻറ്റേഷനും ഉള്ള ലേഡിയാണ്. അപ്പോൾ അവിടുന്ന് പോയി പാർക്ക് തന്നെ പ്രശ്നമായി, കുട്ടിക്ക് അമ്മയില്ലാതായി, ഹസ്ബൻഡിന് വൈഫില്ലാതായി, ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെ. അപ്പോൾ ഇത് കേരളത്തിലുള്ള ഓരോ വീടുകൾക്കും ഉള്ളൊരു സന്ദേശമാണ്. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ വരുമ്പം നമ്മൾ ട്രഡീഷണൽ വേയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് ശരിക്കും ഒരു അന്ന് തന്നെ ആൾക്കൊരു കെയർ കൊടുത്തായിരുന്നെങ്കിൽ, ഒരു സൈക്കാട്രിക് കെയർ കൊടുത്തായിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞിന് അമ്മയുണ്ടായിരുന്നേനെ. ആളിപ്പോഴും ചിന്തിക്കുന്നത്, ഇങ്ങനൊരു പ്രസവവും ഇങ്ങനൊരു മാരേജും ഉണ്ടായതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം. ആ ലേഡി ആഗ്രഹിക്കുന്ന ഇനി ഒരു മാരീഡ് ലൈഫ് ഒന്നും ആഗ്രഹിക്കുന്നില്ല, അവർക്ക് ആ ജോബുമായിട്ട് എങ്ങനെയെങ്കിലും അവരുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം, അപ്പോൾ എൻ്റെ ബേർഡൻ കുറയുമെന്ന് അവർ പറയുന്നത്. എനിക്ക് ബാക്കിയുള്ള ഈ എല്ലാ റോൾസും കൂടെ കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് അവരെ കിട്ടിയായിരുന്നെങ്കിൽ അവർക്ക് ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് പോയിട്ട് അവരിങ്ങനെ ഒരു ലൈഫ് ലീഡ് ചെയ്യത്തില്ലായിരുന്നു. ദിസ് ഈസ് ദ ഡിഫറൻസ്.